ഇന്നൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം. അതായത് ഇന്ന് നമുക്ക് വന്നൊരു വർക്കായിരുന്നു. അതായത് കൂളൻ്റ് കമ്മിയാവാന്നുള്ളത്, റേഡിയേറ്ററിൽ കൂളൻ്റ് കമ്മിയാവാന്നുള്ളൊരു കംപ്ലൈൻറ്റ്. അതായത് എവിടെയും ലീക്കും കാര്യങ്ങളൊന്നുമില്ല, പൈപ്പും കാര്യങ്ങളൊന്നും എവിടെയും ലീക്കും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ കുറച്ച് ഓടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൂളൻ്റ് കമ്മിയാവുന്നുണ്ടെന്നാണ് കസ്റ്റമർ നമ്മളോട് പറഞ്ഞത്. നമ്മളവിടെ ചെന്ന് ഒന്ന് റേഡിയേറ്ററിൽ വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് നമ്മൾ കുറച്ച് നേരം സ്റ്റാർട്ടാക്കി നോക്കി. പറഞ്ഞ പോലെ എവിടെയും പൈപ്പിനും കാര്യങ്ങൾക്കൊന്നും ലീക്കൊന്നുമില്ല. ഒരു 10-15 മിനിറ്റ് സ്റ്റാർട്ടാക്കി കഴിഞ്ഞപ്പോഴാണ് കംപ്ലൈൻറ്റ് കിട്ടിയത്. അതായത് റിസർവ് ടാങ്കിലൂടെ ടാങ്കി ഫുള്ളായിട്ട് അതിലൂടെ കൂളൻ്റ് പുറത്ത് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം ഈ റേഡിയേറ്റർ ക്യാപ്പാണ്. അതായത് ഈ റേഡിയേറ്റർ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കൂളൻ്റ് സർക്കുലേഷൻ നടത്തുന്ന ഒരു ക്യാപ്പാണിത്, റേഡിയേറ്റർ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ. അതായത് ഇതിന് 2 വാൾവുകളുണ്ട്, ഒരു പ്രഷർ വാൾവും അതുപോലെ തന്നെ ഒരു വേക്കൻ വാൾവും ഉള്ള 2 വാൾവുകളുള്ള കൂളൻ്റ് സർക്കുലേഷൻ നടത്തുന്ന ഒരു ക്യാപ്പാണ് ഈ റേഡിയേറ്റർ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ. മെയിനായിട്ട് ഇതിന് വരുന്ന കംപ്ലൈൻ്റാണ് ഇതിൻ്റെ ഈ ഡബ്ബർ വാഷറുകളുണ്ട്, ഇത് കുറേ കഴിഞ്ഞാൽ നുറുമ്മിച്ച് പോകും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഡബ്ബർ വാഷറൊക്കെ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാലാണ് ഈ വെള്ളം പുറത്തേക്ക് തള്ളുന്നത്. അങ്ങനെയാണ് ഈ റേഡിയേറ്ററിലുള്ള വെള്ളമൊക്കെ പുറത്തേക്ക്, അതായത് വാൾവ് ഓപ്പൺ ആവാതെ തന്നെ പുറത്തേക്ക് തള്ളിപ്പോവും. ഇത് സീറ്റിംഗ് ആയി നിൽക്കാനാണ് ഈ ഒരു ഡബ്ബർ വാഷറുകൾ കൊടുത്തത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് 2 വാൾവുകളുണ്ട്, അതായത് ഒരു പ്രഷർ വാൾവും ഒരു വേക്കൻ വാൾവും ഉണ്ട്. അതായത് ഇതാണ് പ്രഷർ വാൾവ് എന്ന് പറഞ്ഞാൽ, അതായത് റേഡിയേറ്ററിൻ്റെ വെള്ളം ചൂടായി കഴിഞ്ഞാൽ, ഹീറ്റാകുന്ന സമയത്ത് അതിന് പ്രഷർ വരും. അപ്പോൾ ഈ പ്രഷർ വാൾവ് ഓപ്പൺ ആവും. ഇതാണ് പ്രഷർ വാൾവ് എന്ന് പറഞ്ഞാൽ. ഇതിങ്ങനെ ഇതാവും, ഇതാണ് പ്രഷർ വാൾവ് എന്ന് പറഞ്ഞാൽ. ഈ പ്രഷർ വാൾവ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നീട് കൂളൻ്റ്, അതായത് റേഡിയേറ്ററിലുള്ള പ്രഷറിൽ നിൽക്കുന്ന കൂളൻറ്റിനെ റിസർവ് ടാങ്കിലേക്ക് ആക്കുകയും പിന്നീട് റിസർവ് ടാങ്കിൽ നിന്ന്, അതായത് വാഹനം തണുത്ത് കഴിഞ്ഞാൽ, ഹീറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുത്ത് കഴിഞ്ഞാൽ റേഡിയേറ്ററിൻ്റെ ഉള്ളിൽ ഒരു വാക്വം പ്രൊഡ്യൂസ് ചെയ്യും. അതായത് അതായത് കൂളൻ്റ് കമ്മിയായി കഴിഞ്ഞാൽ റേഡിയേറ്ററിൽ തന്നെ ഒരു വാക്വം പ്രൊഡ്യൂസ് ചെയ്യുകയും അങ്ങനെ ഈ വാക്കൻ വാൾവ്, ഇതിലൊരു വാക്കൻ വാൾവ് ഉണ്ട്, അതായത് ഇതാണ് ഈ വാക്കൻ വാൾവ്. ഈ വാക്കൻ വാൾവ് ഓപ്പൺ ആവുകയും റിസർവ് ടാങ്കിൽ നിന്ന് വീണ്ടും കൂളൻറ്റിനെ വാക്വം ചെയ്തെടുക്കുകയും ചെയ്യുന്നു. ഇതാണ് ഈ റേഡിയേറ്റർ ക്യാപ്പിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ. അപ്പോൾ അതായത് കൂളൻ്റ് സർക്കുലേഷൻ നടത്തുന്ന ഒരു ക്യാപ്പാണ് ഈ റേഡിയേറ്റർ ക്യാപ്പ് എന്ന് പറഞ്ഞത്. അപ്പം ഇത് കൂളൻ്റ് മാറ്റുന്ന സമയത്ത് ഒന്ന് ചെക്ക് ചെയ്താൽ ഏറ്റവും നല്ലതായിരിക്കും. കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വലിയ ഓവർ ഹീറ്റായി ജാസ്കറ്റ് പോകുക, അങ്ങനെ വലിയ വലിയ വർക്കുകൾ വരും. അപ്പോൾ കൂളൻ്റ് മാറ്റുന്ന സമയത്തൊന്ന് ചെക്ക് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും.